ഗുരു ഓം. നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ അബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ. അധ്യായം 7 വഴിത്തിരിവ്, ഭാഗം 3. ഒരു ഗുരുപദേശം എന്ന ഉപാധ്യായം. ഈ പ്രാവശ്യം എനിക്കൊരു ചാരിതാർത്ഥ്യവും സംതൃപ്തിയും ഉള്ളിലുണ്ടായി. അന്യർക്ക് ഗുണം ചെയ്യുന്ന ഒരു നല്ലവൻ എന്ന എൻ്റെ അഭിമാനത്തെ ഗുരു സമ്മതിക്കുമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. എന്നാൽ ഗുരുവാകട്ടെ എന്നെ അഭിനന്ദിക്കുകയോ എൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയോ ചെയ്യുന്ന ഒരു അഭിപ്രായവും പറഞ്ഞില്ല. എന്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് ഗുരു ചോദിച്ചു. ദരിദ്രർക്ക് വേണ്ടിയുള്ള അന്നദാനമാണെന്ന് ഞാൻ ഉത്തരവും പറഞ്ഞു. ദരിദ്ര നാരായണ പൂജ എന്ന് ഇത്തരം പ്രവർത്തനങ്ങളെപ്പറ്റി പറയാറുള്ളതാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ആരാണ് ദരിദ്രർ? നമ്മളെല്ലാം ഒരർത്ഥത്തിൽ ദരിദ്രരാണല്ലോ എന്ന് ഗുരു അഭിപ്രായപ്പെട്ടു. ഇതു പറഞ്ഞ് ശാന്തനായി മൗനം പൂണ്ടിരുന്ന ഗുരുവിൻ്റെ വദനത്തിലേക്ക് നോക്കിയപ്പോൾ പരോപകാരത്തെയും ത്യാഗപൂർണമായ സേവനത്തെയും പറ്റിയൊക്കെ എനിക്കൊരു പുതിയ വിശദീകരണം ലഭിച്ചു. ആരാണ് ദരിദ്രർ? ഗുരുവിൻ്റെ ഈ ചോദ്യം നമ്മളെല്ലാം ബാഹ്യദൃഷ്ട്യാ അല്ലെങ്കിലും ആന്തരികമായി ദരിദ്രരാണെന്നോ ഒരാളും മറ്റൊരാളെക്കാളും ദരിദ്രനല്ലെന്നോ സൂചിപ്പിക്കുന്നത് പോലെ തോന്നി. സമുദായത്തിലെ ദരിദ്രരെന്ന് വിളിക്കപ്പെടുന്നവരോട് കരുണ തോന്നുന്ന നിമിഷത്തിൽ തന്നെ നാം തത്വത്തിലെങ്കിലും ദാരിദ്ര്യം പങ്കുവെച്ചെടുത്തു കഴിഞ്ഞു. അങ്ങനെ ദരിദ്രരും അല്ലാത്തവരും എന്നുള്ള തരം തിരിവ് സ്വയമേവ നിരാകൃതമാകുന്നു, അഥവാ നിരാകൃതമാക്കേണ്ടതാണ്. ഇത് വളരെ സൂക്ഷ്മമായൊരു വ്യത്യാസമാണ്. ഇത് തികച്ചും യൗകികമായതുകൊണ്ട് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ടായേക്കാം. എന്തു തന്നെയായാലും ഈ തത്വം എക്കാലത്തും എന്നിൽ സ്വാധീനം ചെലുത്താൻ ഈ സംഭവം ഇടയാക്കി. യഥാർത്ഥത്തിലുള്ള ദാരിദ്ര്യം എൻ്റെ ഹൃദയത്തിലാണ് അധിവസിച്ചിരുന്നതെന്ന് എനിക്ക് ബോധ്യമാകാൻ തുടങ്ങി. ഔദാര്യം കാണിക്കുന്നവനെന്നും അതിന് പാത്രമാകുന്നവനെന്നുമുള്ള ദ്വൈതാത്മകമായ ഭാവത്തോടുകൂടി നന്മ ചെയ്യുന്നവൻ എന്ന അഭിമാനം കൊള്ളുമ്പോൾ വ്യാപകവും നിരപേക്ഷവുമായ അർത്ഥത്തിലുള്ള ഔദാര്യം അർത്ഥശൂന്യമായി പോകുന്നതായി ഞാൻ മനസ്സിലാക്കി. യുദ്ധഭൂമിയിലെ അർജുനനെ പോലെ പരയായ കൃപ കൊണ്ട് ആവിഷ്ടനാകുന്ന ഒരാൾ മാനവ നന്മയുടെ ആകെ തുകയ്ക്ക് അയാളുടെ പങ്ക് ക്ലേശസഹനം സംഭാവന ചെയ്യുന്നു എന്ന് കരുതാം. ഓരോരുത്തരും ഈ മാതൃക പിന്തുടരുകയാണെങ്കിൽ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അവരവരുടെ പങ്ക് ക്ലേശം സഹിക്കുന്ന വ്യക്തികളുടെ സമൂഹമെന്ന നിലയിലുള്ള ഒരൊറ്റ ജനതയുടെ ചിത്രമാണ് നാം കാണുന്നത്. പൊതുവായ സംതൃപ്തി എന്നും നിലനിൽക്കത്തക്കവണ്ണം ആത്മസംതൃപ്തിയെ സാമാന്യമായ സംതൃപ്തിയോട് പൊരുത്തപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കുകയാണ് ശരിയായ മാർഗം. ഒരു പാഠം അങ്ങനെ ഞാൻ പഠിച്ചു. അത് ബോധ്യമാകാനും ശരിയായ യോഗ വിചാരത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ച് നിജസ്ഥിതി തിട്ടപ്പെടുത്താനും വളരെ വർഷങ്ങൾക്ക് ശേഷമേ എനിക്ക് സാധിച്ചുള്ളൂ. അക്കാലത്താണ് ചിരപ്രതിഷ്ഠിതമായ എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എന്ന ചൊല്ലിൻ്റെ പൊരുൾ എനിക്ക് വെളിവാകുവാനും അത് ഇമ്മാതിരി സന്ദർഭങ്ങളിൽ ഇരട്ട ലാഭമുണ്ടാക്കുന്ന തരത്തിൽ പരസ്പര ധാരണകളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതാണെന്ന് മനസ്സിലാകുവാനും ഇടയായത്. ഗുരു തന്നെ മറ്റൊരവസരത്തിൽ ഈ തത്വം എനിക്ക് കൂടുതൽ വെളിവാക്കി തന്നു. അന്ന് ഈ സൂക്ഷ്മമായ പ്രശ്നത്തെ ഗുരു അവതരിപ്പിച്ചത് അങ്കഗണിതത്തിലെ ഒരു ചോദ്യം എന്ന രീതിയിലാണ്. വിശന്നു വന്ന 100 പേരെ ഊട്ടണം എന്നിരിക്കട്ടെ. 99 പേർ ഉണ്ണാനിരുന്നു. ഒരാൾ അവർക്ക് വിളമ്പാനും നിന്നു. എല്ലാവരും സദ്യയിൽ മുഴുകിയിരിക്കുമ്പോൾ അയാൾ വിശന്ന് വലഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നാണ് ചോദ്യം. വിളമ്പാൻ നിന്നവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഒരു നിഷേധാത്മക ഘടകമായി നിന്നുകൊണ്ട് പൊതുവായ ആനന്ദത്തെ ഭഗ്നമാക്കുകയും
ആസ്വാദ്യതയെ കെടുത്തുകയും ചെയ്യുന്നു. പരോപകാരത്തിൽ സഹജമായുള്ള ഇമ്മാതിരി ദ്വിമുഖമായ നിയമങ്ങൾ ഒരു തരത്തിലും ലംഘിക്കാനാവാത്തതാണ്. ഗുരുവിൻ്റെ സഹകരണം എന്ന ഉപാധ്യായം. നന്മ ചെയ്യുക എന്നതിനെ ഞാൻ അക്കാലത്തും സാപേക്ഷമായ രീതിയിലാണ് കണ്ടിരുന്നത്. എന്നാൽ അതേ പ്രശ്നത്തെ ഗുരു സമീക്ഷിച്ചത് മറ്റൊരു കാഴ്ചപ്പാടിൽ കൂടിയായിരുന്നു. പ്രായോഗികമായി രണ്ടുപേരും ഒന്ന് തന്നെയാണ് ചെയ്യുന്നതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും. എന്നാൽ ഒരേ പ്രവൃത്തിയുടെ തന്നെ സന്ദർഭവും അതിനോടുള്ള സമീപനവും തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ പ്രചാരമുള്ള ചൊല്ലുകളായ തന്നെ പോറ്റാതെ ധർമ്മം പോറ്റാതെ, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നിവ പരസ്പര വിരോധങ്ങളായ ചിന്താഗതികളെയാണ് കുറിക്കുന്നത്. അന്യർക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിലുള്ള രണ്ട് ഭിന്നമായ സമീപന രീതികളെയാണ് ഈ ആപ്തവാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. സർവസമാശ്ലേഷിയും നിരുപാധികവുമായ ആനന്ദത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് രണ്ടും ഒരുപോലെ ശരിയാണ്. എന്നാൽ അവയെ പരസ്പരം പൊരുത്തപ്പെടുത്തുക എന്നത് സർവതന്ത്ര സ്വതന്ത്രമായ ജീവിത രീതി കൊണ്ട് മാത്രം നീതീകരിക്കാവുന്ന നിസ്തുലമായ ഒരു കലയാണ്. നാരായണ ഗുരു തന്നെയാണ് ഈ പ്രശ്നത്തെ തനിക്ക് സഹജമായ സരള രീതിയിൽ എനിക്ക് കാട്ടിത്തന്നത്. ഈ സമീപനത്തിൻ്റെ അന്തസത്ത ഗ്രഹിക്കുവാൻ സാധിച്ചതോടുകൂടി മറ്റു സന്ദർഭങ്ങളിലും എന്ന് തന്നെയല്ല, ചിന്തയുടെയും പ്രവൃത്തിയുടെയും എല്ലാ തുറകളിലും എനിക്കത് പ്രയോഗിക്കുവാൻ കഴിയുമെന്നായി. പ്രശ്നങ്ങൾക്ക് എപ്പോഴും സാപേക്ഷവും നിരപേക്ഷവുമായ സമീപന മുറകളുണ്ട്. ആദ്യത്തേത് ദുരന്തപ്രധാനമാണെങ്കിൽ രണ്ടാമത്തേത് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നതാണ്. ആദി ദ്രാവിഡ സഭയുടെ കാര്യദർശി എന്ന നിലയിൽ ഞാൻ നിശാ പാഠശാലയുടെ ആവശ്യത്തിനും ആ സമുദായത്തിന് അത്യന്താപേക്ഷിതമെന്ന് തോന്നിയ ഒരു ആരാധനാ മന്ദിരത്തിനും വേണ്ടി സ്വന്തമായൊരു സ്ഥലം വാങ്ങുവാൻ യത്നിച്ചു. നാരായണ ഗുരുവിന് ഇക്കാര്യത്തിൽ വേണ്ട സഹായം ചെയ്യാൻ കഴിയുമെന്ന് ഒരു ഔദ്യോഗിക ഭാരവാഹി അഭിപ്രായപ്പെട്ടു. ഗുരു അന്ന് അവിടെയുള്ള ഒരു ക്ഷേത്രത്തിലെ ധർമ്മകർത്താവിൻ്റെ അതിഥിയായി കഴിയുകയായിരുന്നു. ആ ക്ഷേത്രം വകയായി അവിടെ കുറേ ഭൂമി ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗം ഞങ്ങളുടെ ആവശ്യത്തിന് പറ്റിയതുമായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഗുരുവിനെ ചെന്നു കണ്ടു. ഭൂമിയുടെ കാര്യം പറഞ്ഞ ഉടനെ ഗുരു ഉറപ്പു തന്നു, സ്ഥലം അത്യാവശ്യമാണെന്ന് തോന്നുന്നെങ്കിൽ അത് കിട്ടും. ഏത് ഭൂമിയാണ് വേണ്ടത്? അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗുരു ചിന്താദ്രിപ്പേട്ടിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരത്തൊരിടത്ത് ചെന്ന് നിന്നുകൊണ്ട് സഭാപ്രവർത്തകരെ വിളിച്ച് അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു. വസ്തു കൈമാറ്റം ചെയ്യുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഉടനെ ചെയ്തു. ഇതെല്ലാം ചെയ്തു തീർത്തതിൻ്റെ വേഗവും സ്വാഭാവികതയും എന്നെ തന്നെ അത്ഭുത സ്തബ്ധനാക്കി. 4-5 വിദ്യാർത്ഥികൾക്ക് താമസിക്കത്തക്കവണ്ണം ഒരു ഹോസ്റ്റൽ ആസ്ഥാനത്ത് സ്ഥാപിച്ചു. സ്ഥലത്തിൻ്റെ ഒരു മൂല ഒരു ഗണപതി ക്ഷേത്രം പണിയാൻ വേണ്ടി ഒഴിച്ചിട്ടു. അത് കുറേ കഴിഞ്ഞാണ് പണിയിച്ചത്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ സൗജന്യമായി താമസിപ്പിക്കുന്നതിനാവശ്യമായ പണച്ചെലവിൻ്റെ ഒരംശം അന്ന് ഹൈദരാബാദിൽ നിന്നും മദ്രാസിൽ താമസിക്കാനെത്തിയ കുമാരി മൃണാളിനി ചട്ടോപാധ്യായ സംഭാവന ചെയ്തു. ഇവർ ഹൈദരാബാദിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ ഡോക്ടർ അഘോർനാഥ് ചട്ടോപാധ്യായയുടെ പുത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുത്രിയാണ് സുപ്രസിദ്ധ കവയിത്രിയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഉന്നത നേതാവായിരുന്ന മിസിസ് സരോജിനി നായിഡു. ജനസേവനോദ്യമത്തിൽ ഗുരു ഇങ്ങനെ എന്നോട് സഹകരിച്ചത് എൻ്റെ കണ്ണ് വീണ്ടും തുറപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഭാവിയിൽ ഒട്ടേറെ കാലത്തെ എൻ്റെ ജീവിത വ്യാപാര ഗതിയെ നിശ്ചയമായും സ്വാധീനം ചെയ്തിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.